ഇതെൻ്റെ ഫ്ലാറ്റല്ലേ? ഇത് കാണാരാ? വാ പോരെ, ഞാൻ പറയാം. വാ ഇരിക്ക്. അല്ല മനസ്സിലാവണല്ലോ, ഇതെന്താണ് ഇവിടെ സംഭവിക്കണേ? എനിക്ക് ഭ്രാന്താണെന്ന് നീ വിചാരിക്കരുത്. ഈ കാൾ മാർക്സിൻ്റെ ക്ലാസ് തിയറിയെ പറ്റി കേട്ടുണ്ടോ? ഇയാൾ രാത്രി എന്നെ വിളിച്ച് ക്ലാസ് ഒന്നും എടുക്കാൻ നിൽക്കല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ പറ. നീ സമാനപ്പെട്, ഞാൻ പറയണമെന്ന് കേൾക്ക്. ഈ കാൾ മാർക്സ് എന്ന് പറയുന്ന പേരിൽ നീ കേട്ടുണ്ടോ? ഇല്ല. ആരത്? പുള്ളിയാണ് ഈ മാർക്സിസവും കമ്മ്യൂണിസവും ഉണ്ടാക്കിയത്. അതിന് മാർക്സ് പറയണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹം രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടെന്നാണ്. അതിലൊന്ന് ബൂർഷ, ഈ പൈസ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവന്മാരുടെ കയ്യിലാണുള്ളത്. ഇവരുടെ ലക്ഷ്യം എപ്പോഴും ലാഭമായിരിക്കും. ഈ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് വേണ്ടത് സമയവും അധ്വാനവുമാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പം പൊളട്രിയ, അതായത് നമ്മളെപ്പോലുള്ളത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഈ പറഞ്ഞ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയവും അധ്വാനവും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. മുതലാളിമാർക്ക് എന്നും വേണ്ടത് ലാഭമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള തൊഴിലാളിമാർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ജീവിതശൈലി, നല്ല ശമ്പളമാണ്. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സമൂഹത്തിനെയും ചരിത്രത്തെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നതെന്നാണ് നമ്മുടെ മാർക്സിൻ്റെ ഐഡിയോളജി. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ചതി എന്താണെന്നറിയോ? നമ്മൾ തൊഴിലാളികൾ ഒരു ലൂപ്പിൽ ട്രാപ്ഡാണ്. നമ്മുടെ വിചാരം നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കണമെന്നാണ്. പക്ഷേ അതല്ല, നമ്മൾ ശരിക്കും പണിയെടുക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പം എന്തിനാ? നീ ഇപ്പം എന്തിനാണ് ജോലി എടുക്കുന്നത്? ജീവിക്കേ. എന്താണ് നിൻ്റെ ജീവിതം? കുട്ടിക്കാലത്ത് നീ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ നിൻ്റെ ലൈഫ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെയല്ലെന്ന് ഇയാൾ പറഞ്ഞാൽ മതിയോ? എടാ, ഞാനാണ് നീ. കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും അല്ല നിൻ്റെ ലൈഫ് ഇപ്പോൾ പോകുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. കുട്ടിക്കാലത്തെ സാഹചര്യമൊന്നും അല്ല ഇപ്പോൾ. കുട്ടിക്കാലത്ത് എനിക്കെല്ലാം കിട്ടുമായിരുന്നു. ഇപ്പം ഞാനെല്ലാം കൊടുക്കേണ്ട ഒരു സ്ഥാനത്താണ്. കുട്ടിക്കാലത്ത് നിനക്ക് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ നീ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസം നിന്നെ കൊണ്ട് മാറ്റാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? നീയും ഇപ്പം ആ ലൂപ്പിൽ സ്റ്റക്കാണ്. പണിയെടുക്കുന്നു, കാശുണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, റിപ്പീറ്റ്. ഹോപ്പാണ്. അങ്ങനെയല്ലേ വേണ്ടത്? ജീവിക്കാൻ നമുക്ക് പൈസ വേണ്ടേ? അതാണ് അവരുണ്ടാക്കിയ ഇല്യൂഷൻ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടാ. ഇന്നൊരു ദിവസം ഓടിയിട്ട് നിനക്ക് എത്ര രൂപയാണ് കിട്ടിയത്? ഒരു 1300. നിൻ്റെ ഈ മാസത്തെ EMI എത്രയാണ്? ഒരു 12,000 അടുപ്പിച്ചുണ്ടാവും. നിനക്ക് ഇത്ര EMI എവിടെ നിന്നാണ് വന്നേ? ബൈക്ക്, ഹോം ലോൺ, പിന്നെ ഫോൺ, വീട്ടു ചിലവ്, ഇങ്ങനെ കുറേ ചിലവുകളില്ലേ ഒരു സാധാരണ മനുഷ്യന്? ഈ പൈസയൊക്കെ തിരിച്ച് ആരുടെ കയ്യിലേക്കാണ് പോകുന്നതെന്ന് നിനക്കറിയോ? ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാണ്? എടാ, നീ നിൻ്റെ സമയം കൊടുത്തുണ്ടാക്കിയ പൈസയൊക്കെ ഇങ്ങനെ ഓരോ EMI രൂപേണ തിരിച്ച് അവരുടെ കയ്യിലോട്ട് തന്നെയാണ് പോകുന്നത്. അതാര്? എടാ, അവരെന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് അഥവാ ബൂർഷ. ഇയാൾ പോടോടൊന്നും തനിക്കെന്താ ഭ്രാന്താണ്? നമ്മളെപ്പോഴും പറയും കമ്പനി ഭയങ്കര നല്ലതാണ്, അവർ നല്ലോണം സാലറി തരണുണ്ടെന്ന്. പക്ഷേ ഫൈനലി ഈ സാലറി ആരുടെ കയ്യിലാണ് പോകുന്നത്? ഒരു 4 ദിവസം നീ കിടപ്പിലായാൽ മതി, നീ കടത്തിൽ മുങ്ങും. നീ ഫ്രീ അല്ല, ട്രാപ്ഡാണ്. എനിക്ക് വിശക്കണം. ഇയാളോ ഫുഡ് കഴിക്കണല്ലോ, ഞാനെങ്കിലും കഴിച്ചോട്ടെ. താങ്ക് യു.
ഇത് കാണിയാണല്ലോ. പുള്ളി ഇതങ്ങോട്ട് പോയേ. ഡ്രസ്സൊക്കെ ഇതെങ്ങനെ മാറിയ? ഞാൻ ഇതിനൊന്നും നോക്കിയതില്ലല്ലോ. ഇത് കാനാരാ? വാ പോരെ, ഞാൻ പറയാം.